നമസ്കാരം. ദി ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ MA സൈക്കോളജി പഠനത്തിന്റെ ഒരു പ്രധാന ഭാഗത്തേക്കാണ് കടക്കുന്നത്. ബ്ലോക്ക് 3, യൂണിറ്റ് 4. അതെ, ഭാഷാ വൈകല്യങ്ങൾ അഥവാ ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. ഈ യൂണിറ്റിൽ പറയുന്ന പലതരം ഭാഷാ വൈകല്യങ്ങളെക്കുറിച്ച്, അതായത് അഫാസിയ, ഓട്ടിസം, പിന്നെ അൽഷിമേഴ്സ്, SLI പോലുള്ളവയെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം നൽകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ശരിയാണ്. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ എന്താണ് ഈ ഭാഷാ വൈകല്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മുടെ മെറ്റീരിയൽ അനുസരിച്ച് ഭാഷാപരമായ വിവരങ്ങൾ തലച്ചോറ് കൈകാര്യം ചെയ്യുന്നതിലെ ഒരു പ്രശ്നമാണല്ലേ? അതെ, അത് ചിലപ്പോൾ വ്യാകരണത്തിലാവാം, അല്ലെങ്കിൽ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിലോ ഉപയോഗിക്കുന്നതിലോ ആകാം. ഇത് ഭാഷ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാവാം, അതായത് റിസെപ്റ്റീവ് പ്രശ്നം, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാവാം, എക്സ്പ്രസീവ്. അല്ലെങ്കിൽ രണ്ടും കൂടിയും വരാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഭാഷാ വൈകല്യവും സംസാര വൈകല്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓ, അതെന്താണ്? ഭാഷാ വൈകല്യം എന്ന് പറയുമ്പോൾ ആ ഭാഷയുടെ നിയമങ്ങൾ, ഘടന, അർത്ഥം ഇതൊക്കെ ഉപയോഗിക്കുന്നതിലെ പ്രശ്നമാണ്. പക്ഷേ സംസാര വൈകല്യം, അതായത് സ്പീച്ച് ഡിസോർഡർ, അത് ആ ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നതിലെ ബുദ്ധിമുട്ടാണ്. ആർട്ടിക്കുലേഷൻ പ്രശ്നങ്ങൾ പോലെ. മനസ്സിലായി. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം അഫാസിയ. ഇത് സാധാരണയായി തലച്ചോറിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ച ശേഷം വരുന്ന ഒന്നല്ലേ? അതെ, ഇത് അക്വയർഡ് ആണ്. അതായത് ജന്മനാ ഉള്ളതല്ല, പിന്നീട് വരുന്നതാണ്. ഒരു സ്ട്രോക്കൊക്കെ സാധാരണ കാരണമാണ്. ഭാഷ മനസ്സിലാക്കാനും ഉപയോഗിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കുറയാം. ശരി. അതുപോലെ അൽഷിമേഴ്സ് രോഗം, ആൽസൈമേഴ്സ് ഡിസീസ് പ്രായമാകുമ്പോൾ വരുന്നൊരു പ്രശ്നമാണല്ലോ. അതെ, ഇതൊരു പ്രോഗ്രസീവ് നാഡീവ്യവസ്ഥാ രോഗമാണ്. ഓർമ്മക്കുറവ് കൂടാതെ ഭാഷാപരമായ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വാക്കുകൾ കിട്ടാതിരിക്കുക, സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ പ്രയാസം വരിക, അങ്ങനെയൊക്കെ. അതെ അതെ, രോഗം കൂടുന്തോറും ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കാം. ഇനി ഓട്ടിസം. ഇതൊരു വികാസപരമായ വൈകല്യമാണല്ലോ. ശരിയാണ്. തലച്ചോറിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ മെറ്റീരിയലിൽ പറയുന്ന പോലെ സെരിബെല്ലം, ഫ്രോണ്ടൽ, ടെമ്പറൽ ലോബുകൾ, ലിംബിക് സിസ്റ്റം, അവിടെയൊക്കെ ചില അസാധാരണത്വങ്ങൾ കാണുന്നുണ്ട്. പുരുഷന്മാരിൽ കൂടുതലാണ്. പിന്നെ രോഗനിർണയം അടുത്ത കാലത്തായി കൂടിയിട്ടുണ്ട് എന്നും പറയുന്നു. വർധനവ് ശ്രദ്ധേയമാണ്. ഏകദേശം 10,000 കുട്ടികളിൽ 60 പേർക്കിത് നിർണയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ്? രോഗനിർണയ രീതികൾ മെച്ചപ്പെട്ടതുകൊണ്ടാണോ, അതോ ശരിക്കും കൂടുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. ഇനി പഠന വൈകല്യം, ലേണിംഗ് ഡിസബിലിറ്റി. നമ്മുടെ മെറ്റീരിയലിൽ ഇതിനൊരു ഭാഷാ വൈകല്യമായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെ, കൂടുതൽ വിശദാംശങ്ങൾ ഈ ഭാഗത്ത് കാണുന്നില്ല, ഒരു പരാമർശം മാത്രം. ഓക്കെ. അടുത്തത് സ്പെസിഫിക് ലാംഗ്വേജ് ഇംപെയർമെന്റ് അഥവാ SLI. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമാണോ? അതെ, സാധാരണ ബുദ്ധിയും കേൾവിയുമൊക്കെയുള്ള കുട്ടികളിൽ ഭാഷാപരമായ കഴിവുകൾ മാത്രം വേണ്ടത്ര വികസിക്കാത്ത ഒരവസ്ഥ, അതാണ് SLI. മറ്റു കഴിവുകളൊക്കെ നോർമലായിരിക്കും. പിന്നെ ഡെവലപ്മെന്റൽ ഫൊണോളജിക്കൽ ഡിസോർഡേഴ്സ്. ഇത് ഉച്ചാരണവുമായി ബന്ധപ്പെട്ടതാണോ? അതെ, പ്രായത്തിനനുസരിച്ച് കുട്ടികൾ സ്വായത്തമാക്കേണ്ട സംസാര ശബ്ദങ്ങൾ അവർക്ക് വഴങ്ങാതെ വരിക. കാരണം അത്ര വ്യക്തമല്ല, പക്ഷെ ജനിതകപരമായ ഘടകങ്ങൾ ഉണ്ടാകാം. ഇത് SLI പോലെയുള്ള മറ്റു പ്രശ്നങ്ങളോടൊപ്പം കാണാമെന്നും ചികിത്സയിലൂടെ മെച്ചപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. പലപ്പോഴും ഭാഷാപ്രശ്നങ്ങൾ ഒന്നിച്ചു വരാറുണ്ട്. ഉച്ചാരണത്തിലെ ഈ ബുദ്ധിമുട്ട് ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ. അവസാനമായി ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ വേർബൽ അപ്രാക്സിയ. ഇതെന്താണ്? സംസാരം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതായത് എന്ത് പറയണമെന്ന് തലച്ചോറിനറിയാം, പക്ഷെ അത് പറയാൻ വേണ്ട പേശികളെ കൃത്യമായി സ്ഥിരതയോടെ പ്രവർത്തിപ്പിക്കാൻ ഒരു പ്രയാസം. അപ്പോൾ ഇത് ഭാഷ അറിയാത്ത പ്രശ്നമല്ല. അല്ല, ഇത് മോട്ടോർ പ്ലാനിങ്ങിലെ പ്രശ്നമാണ്. സംസാരത്തിനുള്ള ആ ഒരു കോർഡിനേഷൻ കിട്ടുന്നില്ല. ഇത് അക്വയേർഡ് ആകാം, അതായത് തലച്ചോറിന് ക്ഷതം പറ്റിയിട്ട് വരാം, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ആകാം, ജന്മനാ ഉള്ളത്. ഈ ഡെവലപ്മെന്റൽ ഡിസ്പ്രാക്സിയ ഉള്ളവർക്ക് വേറെയും പ്രശ്നങ്ങൾ കാണോ? ബാലൻസ്, എഴുത്ത്, ഓർമ്മ, അങ്ങനെയൊക്കെ? അതെ, അങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണാം. എഴുതാനും വായിക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ്, കോർഡിനേഷൻ പ്രശ്നങ്ങളും ഒക്കെ സാധാരണയാണ്. അപ്പോൾ നമ്മളിന്ന് അഫാസിയ, ഓട്ടിസം, SLI, ഫൊണോളജിക്കൽ ഡിസോർഡേഴ്സ്, ഡിസ്പ്രാക്സിയ, ഇങ്ങനെ കുറേ ഭാഷാ വൈകല്യങ്ങളെക്കുറിച്ച് നമ്മുടെ യൂണിറ്റിനെ അടിസ്ഥാനമാക്കി സംസാരിച്ചു. അതെ, സൈക്കോളജി വിദ്യാർത്ഥികളെന്ന നിലയിൽ നിങ്ങൾക്ക് ഈ ഓരോ വൈകല്യങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ,
അവയുടെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ യൂണിറ്റ് അതിനൊരു തുടക്കം കുറിക്കുന്നു. ശരിയായ വിലയിരുത്തലിനും ഇടപെടലിനും ഈ അറിവ് ആവശ്യമാണ്. തീർച്ചയായും. കാരണം ഓരോ വൈകല്യത്തിനുമുള്ള സമീപനം വ്യത്യസ്തമായിരിക്കും. നമ്മളിപ്പോൾ കണ്ടല്ലോ, SLIയും ഫോണോളജിക്കൽ ഡിസോർഡറും പോലെ ചില വൈകല്യങ്ങൾ ഒരുമിച്ച് വരാമെന്ന്. അങ്ങനെയെങ്കിൽ ഒരു പ്രശ്നത്തെ ഒറ്റപ്പെട്ട ഒന്നായി കാണാതെ ഈ വൈകല്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കൂടി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വിലയിരുത്തലിനെയും ചികിത്സാ പ്ലാനിനെയും എത്രത്തോളം സഹായിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?